ഹലോ, ഹായ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞങ്ങൾ ജോർജിയയിൽ എത്തിയിട്ട് ഡേ 2 വിശേഷങ്ങളുമാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ഞങ്ങൾ ഏറ്റവും ആദ്യം കാണാൻ പോയത് ജിൻ വാലി റിസർവോയർ ആണ്. ഇത് അർഗാവി റിവറിന്റെ അവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ടിബ്ലിസി സിറ്റിയിലേക്ക് വേണ്ട വാട്ടർ സപ്ലൈ അവർ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഈ റിസർവോയറിന്റെ അവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്തത് കാണാൻ പോയത് അനനൂരി ഫോർട്രസ് ആണ്. 17th സെഞ്ചുറിയിലാണ് ഈ കോട്ട പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് മൊത്തം ബ്രിക്ക് കൊണ്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കോട്ടയ്ക്ക് അകത്തുള്ള പള്ളിയാണേ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തത് പോയത് പസനൂരി റാഫ്റ്റിംഗ് ക്യാമ്പിലേക്കാണ്. ടിബ്ലിസി സിറ്റിയുടെ അടുത്തായിട്ട് തന്നെയാണ് ഈ പസനൂരി റാഫ്റ്റിംഗ് ക്യാമ്പ്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് റാഫ്റ്റിംഗ് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് വേണ്ട ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം അവർ തരും. ഇൻസ്ട്രക്ടർ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. എങ്ങനെ തുഴ പിടിക്കേണ്ടത്, എങ്ങനെ തുഴയേണ്ടത്, എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇവിടുത്തെ വെള്ളമെല്ലാം ഭയങ്കര ക്ലിയർ ആണ്. ഒരു അഴുക്കോ ചെളിയോ ഒന്നുമില്ല. റാഫ്റ്റിംഗ് ഒരു 20-25 മിനിറ്റോളം ഉണ്ടായിരുന്നു. റാഫ്റ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ചു നേരം കളിച്ച് വെള്ളത്തിലെല്ലാം ഇറങ്ങി കുറച്ചു നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തത് കാണാൻ പോയത് 2 റിവർ ക്രോസിംഗ് ആണ്. അതായത് 2 റിവറും കൂടി ചേരുന്ന സ്ഥലം. പക്ഷെ ഈ വെള്ളങ്ങൾ തമ്മിൽ മിക്സ് ആവത്തില്ല. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഒരെണ്ണം ഇച്ചിരി ലൈറ്റ് ഷെയ്ഡഡ് ആയിട്ടും മറ്റേത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡഡ് ആയിട്ടാണ് കാണുന്നത്. ഒന്ന് അർഗാവി റിവറിൽ നിന്ന് വരുന്ന വെള്ളം, അടുത്തത് മക്താവരി റിവറിൽ നിന്ന് വരുന്നതാണ്. ടെമ്പറേച്ചർ ഡിഫറൻസും ഡെൻസിറ്റി കോമ്പോസിഷൻ എല്ലാം കൊണ്ട് ഈ രണ്ടും തമ്മിൽ മിക്സ് ആവത്തില്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞങ്ങൾ കാണാൻ പോയത് മിനറൽ വാട്ടർഫോൾ ആണ്. ഇത് ഇവിടുത്തെ വേറൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് അടി മറ്റു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്തിട്ട് അടുത്തത് കാണാൻ പോയത് റഷ്യൻ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് ആണ്. ഇതായി കാണുന്നതാണ് റഷ്യ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ്. 1983 ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ പാരാഗ്ലൈഡിങ് ചെയ്ത്. ഏറ്റവും നല്ല പേടി ഉണ്ടായിരുന്നു, വേണ്ടാന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ എൻ്റെ അനിയത്തി ചെയ്യണ കണ്ടപ്പോൾ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പം നമ്മുടെ കൂടെ പൈലറ്റ് ഉണ്ടായിരിക്കും. ഒരു മലയുടെ മുകളിൽ നിന്ന് നമ്മൾ എടുത്ത് ചാടി ചെയ്യേണ്ടത്. ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അങ്ങ് ഒരു ധൈര്യത്തിലാണ് ചെയ്യാമെന്ന് വിചാരിച്ചു. പാരാഗ്ലൈഡിങ്ങിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു ക്യാമറ തന്നിട്ടുണ്ടായിരിക്കും അവർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ശരിക്കും പേടിയുണ്ടായിരുന്നു. എൻ്റെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം. പിന്നെ എൻ്റെ പേടിയെല്ലാം മാറി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് തുടങ്ങി. ഞാൻ ഇതുവരെ പാരാഗ്ലൈഡിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു വല്ലാത്ത ഫീലായിരുന്നു. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും ലൈഫിൽ മറക്കത്തില്ല. എൻ്റെ അനിയത്തി റോഷിൻ്റെ വീഡിയോ കണ്ടറിയാം. അവൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരി ഭയങ്കര കൂളായിരുന്നു. ലാൻഡ് ചെയ്യേണ്ട സമയമാകുമ്പോൾ പൈലറ്റ് നമ്മളോട് കാല് കുറച്ച് പൊക്കി പിടിക്കാൻ പറയും. കാരണം പൈലറ്റ് ഓടിക്കൊണ്ടാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വീഴും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജോർജിയയിലത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു ഓൾ.